ശ്രീലേഖ IPS BJP-കാരി. നമ്മൾ കുറെ സംഭവങ്ങൾ കണ്ടിട്ടുണ്ടാവും. കേരളത്തിലെ ആദ്യത്തെ വനിതാ പോലീസ് മേധാവിയൊക്കെയാണ് ആള്. എല്ലാവർക്കും അറിയുന്ന ആൾ തന്നെ. അവരിപ്പോ കഴിഞ്ഞ ദിവസം ഇന്ന് 10 മണിക്കൂർ മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുകയാണ്. ദൃഢം എന്ന സിനിമ കണ്ടു. പോലീസ് കഥയായത് കൊണ്ടും കാണാൻ അവസരം കിട്ടിയത് കൊണ്ടും വളരെ യാദൃശികമായി കണ്ടതാണ്. ഞാൻ കുറെ വർഷങ്ങൾക്ക് മുൻപ് എഴുതി മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ച കരിങ്കുടി പോലീസ് സ്റ്റേഷൻ എന്ന ചെറുകഥ മോഷ്ടിച്ചാണ് ഇതിലെ മൂലകഥ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. ഈ കഥ എന്റെ യൂട്യൂബ് ചാനലിൽ ശ്രവണ കഥയായി അവതരിപ്പിച്ചിട്ടുണ്ട്. കഥ വായിച്ചിട്ടില്ലാത്തവർക്കായി ലിങ്ക് താഴെ കൊടുക്കുന്നു. ഈ സിനിമ വരുന്നതിന്റെ 4-3 മാസം മുമ്പ് എങ്ങാനും ഇവരിത് സോഷ്യൽ മീഡിയയിൽ ഇട്ടെന്നാ പറയുന്നത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു സിനിമയുടെ ഇതിന്റെ കൂടെ ലിങ്കും കൂടി കൊടുക്കുന്നുണ്ട് യൂട്യൂബിൽ ആ കഥ പറയുന്നതിന്റെ. അത് കഴിഞ്ഞ് അടുത്തത് ഭൂതകാലത്തെ കുറിച്ചിട്ടാണ്. എന്റെ ചാനലിൽ ഏതാണ്ട് 5 വർഷം മുൻപ് പറഞ്ഞ ഒരു അനുഭവ കഥയുടെ മോഷണമാണ് ഭൂതകാലം എന്ന പല അവാർഡുകൾ കിട്ടിയ സിനിമ. തലക്കെട്ടിലും സാമ്യം, ഭൂതഭവനം എന്നായിരുന്നു ഞാൻ ആ കഥക്കിട്ട പേര് എന്നുള്ളതാണ്. ഈ 2 സിനിമകളും തമ്മിൽ മറ്റൊരു കണക്ഷനുമുണ്ട്. രണ്ടിലെയും നായകൻ ഷൈൻ നിഗമാണ്. ഈ മോനെ എനിക്ക് പറവ എന്ന സിനിമ കണ്ടപ്പോൾ മുതൽ ഇഷ്ടവുമാണ്. കാരണം എന്നോടൊപ്പം ജോലി ചെയ്തിരുന്ന, ഞാൻ ഒരു കുഞ്ഞു സഹോദരനായി കണ്ടിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പോലെ തന്നെയാണ് ഈ താരവും കാണാൻ. പ്രത്യേകിച്ച് ദൃഢം എന്ന സിനിമയിൽ പോലീസ് വേഷത്തിൽ. എനിക്ക് വീട്ടിലെ കോശേരി മാവിന്റെ തൈയും ഇടയ്ക്കിടെ ശുദ്ധമായ തേനും നെയ്യും ഒക്കെ സമ്മാനിച്ചിരുന്ന മുഹമ്മദ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് കക്ഷി. ഓക്കെ, ഇവർ ഇങ്ങനെ ഒരു സംഭവം പുറത്തുവിട്ടു. ഇപ്പൊ ദൃഢം എന്ന സിനിമ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടത് ഭൂതകാലാണ്. രാഹുൽ സദാശിവന്റെ സിനിമയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹൊറർ സിനിമകളിൽ ഒന്ന് തന്നെയാണ് ഷൈൻ നിഗവും രേവതിയും അഭിനയിച്ച ആ ഒരു സിനിമ. ആ സിനിമ കണ്ടവർക്ക് ഈ കഥ കേൾക്കുമ്പോൾ ചിലപ്പോൾ കുറെ കാര്യങ്ങൾ കത്തുന്നതാണ്. ശ്രീലേഖ IPS അന്ധകാലത്ത് ഏകദേശം 3-4 വർഷം മുൻപ് ഈ ഒരു കഥ അവരൊരു ചെറുകഥയായിട്ട് അവർക്കുണ്ടായ അനുഭവപ്പെട്ട ഒരു കഥയല്ല, ഒരു അനുഭവത്തെ കൃത്യമായിട്ട് അവരൊരു വീഡിയോ ഇറക്കിയിരുന്നു എന്നുള്ളതാണ്. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്ന ശബ്ദ സന്ദേശം ഉണ്ടല്ലോ, ഇത് അവർ ആ കഥയെ കുറിച്ചിട്ട് 3-4 വർഷം മുൻപ് പറഞ്ഞതാണ്. ഒന്ന് കാതോർത്ത് കേൾക്കാം. ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ കേൾക്കാൻ പോവാണ്. സല്യൂട്ട് സഹോദരരെ. ഇന്ന് പോലീസുമായി ബന്ധപ്പെട്ട ഒരു കഥയല്ല ഞാൻ പറയുന്നത്, ഒരു വീടുമായിട്ട് ബന്ധപ്പെട്ട കഥയാണ്. സർവീസിൽ കയറിയതിനു ശേഷം പല പല വീടുകളിൽ വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ട്, അതുപോലെ ക്വാർട്ടേഴ്സിൽ താമസിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് അങ്ങനെ അധികം ക്വാർട്ടേഴ്സ് ഇല്ല, പോലീസ് ക്വാർട്ടേഴ്സ് ഇല്ല. സർക്കാരിന്റെ കുറച്ച് ക്വാർട്ടേഴ്സ് ഉണ്ട്, പക്ഷെ 4 പോലീസ് വില്ലകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. ഞാൻ SP ആയിരുന്ന സമയത്ത് ആ 4 ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്ന വളരെ സീനിയർ ആയിട്ടുള്ള DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരായിരുന്നു. അതുകൊണ്ട് SP തരാനായിട്ടുള്ള ക്വാർട്ടേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് ട്രാൻസ്ഫർ ആയി AG ആയിട്ട് വന്ന ശേഷം ആദ്യം കുറച്ച് നാൾ അമ്മയുടെ തറവാട്ട് വീട്ടിൽ താമസിച്ചു. അവിടെ പക്ഷേ അമ്മയും അനിയന്റെ വൈഫും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് കുറച്ചൊരു അസൗകര്യം ഉണ്ടായിരുന്നു. പിന്നെ ചേച്ചിക്കാണ് ആ വീട് കൊടുത്തിരുന്നത്. അപ്പോൾ ചേച്ചി വിദേശത്തായിരുന്നെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കുടുംബവുമായിട്ട് വീട്ടിൽ വന്ന് താമസിക്കുമ്പോൾ അവർക്ക് സൗകര്യം തീരെ കുറവായിരുന്നു. ഹസ്ബൻഡിന്റെ വീട് വഞ്ചൂര്, തിരുവനന്തപുരം വഞ്ചൂര് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അവിടെ പക്ഷേ കാർ അകത്തേക്ക് പോയില്ലെങ്കിലും റോഡിൽ കുറച്ച് നടന്നൊക്കെ അകത്തേക്ക് പോകണം. എന്നാലും കുഴപ്പമില്ല, അവിടെ താമസിക്കാം. അതും ഹസ്ബൻഡിന്റെ സിസ്റ്ററിന് കൊടുത്തിരിക്കുന്ന വീടാണ്. ആ കുട്ടിയും അതിന്റെ ഭർത്താവുമായിട്ട് ഓസ്ട്രേലിയയിലായിരുന്നു ആ സമയം. അപ്പോൾ അവരവിടെ ആയിരുന്നത് കൊണ്ട് ഞങ്ങൾ അവിടെ കുറച്ച് നാളത്തേക്ക് താമസിക്കാമെന്ന് പറഞ്ഞാൽ അത് വളരെ മോശമായിട്ട് അഴുക്കായിട്ട് കിടന്ന വീടൊക്കെ വൃത്തിയാക്കി എടുത്ത് ഞങ്ങൾ കുറച്ച് നാൾ അവിടെ താമസിച്ചു. നേരത്തെ തിരിച്ചു വന്നപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് മാറണമെന്ന് വിചാരിച്ച് ഞങ്ങളൊരു വാടക വീട് അന്വേഷിച്ചു തുടങ്ങി. അപ്പോൾ അന്ന് ഞങ്ങളുടെ കൂടെ നിന്നിരുന്ന ഒരു ഡ്രൈവർ, ഒരു ഗോപാലൻ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം താമസിച്ചിരുന്നത് ശ്രീകാര്യം കഴിഞ്ഞിട്ട് കോത്തങ്കോട് പോണ വഴിയുള്ള കരിയം എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്തായിട്ട് ഒരു കൊച്ചു വീട് വാടകയ്ക്കുണ്ട്. ഒഴിഞ്ഞു കിടക്കുകയാണ്. അത് വേണമെങ്കിൽ ചോദിച്ചാൽ ചിലപ്പോൾ അവർ തരും, പോലീസ് ഓഫീസറൊക്കെ ആയതുകൊണ്ട് തരുമായിരിക്കും. അതിന്റെ ഉടമസ്ഥൻ ഇംഗ്ലണ്ടിലെ ഒരു പെട്രോളിയം കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. ഭാര്യ മരിച്ചുപോയി, മക്കളെല്ലാം കല്യാണം കഴിച്ച് പല സ്ഥലത്തായിട്ടാണ്. ആളിപ്പോൾ വേറൊരു മോളുടെ കൂടെ എങ്ങാണ്ട് താമസിക്കുകയാണ്. ഈ വീട്ടിൽ ആരുമില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരിക്കൽ പോയി കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആ വീട് പോയി കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. വളരെ ചെറിയ വീടാണെങ്കിലും 2 ബെഡ്റൂം ഒക്കെ ഉള്ളൂ. ഒരു മുറി കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു അവരുടെ സാധനങ്ങളൊക്കെ ആയിട്ട്. ഒരുപാട് പറമ്പുണ്ട്. എനിക്ക് പട്ടികളും ഒക്കെ ഉള്ളതുകൊണ്ട് ആ സമയം കുറച്ച് കോഴിയും ഒക്കെ വളർത്താൻ തുടങ്ങിയിരുന്നു, മൃഗങ്ങളോട് സ്നേഹം കൂടിയിട്ട്. അപ്പൊ അങ്ങനെ മൃഗങ്ങളുള്ളത് കൊണ്ട് അവർക്ക് ഈ പറമ്പ് വലിയ സന്തോഷമായിരിക്കും. വീടുമായിട്ട് വാടകയ്ക്ക് എടുത്തു, ഞങ്ങൾ താമസം തുടങ്ങി. വളരെ വലിയൊരു ഗുണം ഉണ്ടായിരുന്നു അതിന്റെ ഒരു ബെഡ്റൂമിൽ AC ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു. അന്നത്തെ കാലത്തൊക്കെ AC എന്ന് പറയുന്ന വലിയൊരു ലക്ഷറി ആയിട്ട് കണക്കാക്കപ്പെട്ടതായിരുന്നു. പക്ഷെ അവിടെ വെള്ളം വലിയൊരു പ്രോബ്ലമായി. വെള്ളം ഒരിക്കലും ശരിക്കും വെള്ളം വരാത്തതുകൊണ്ട് രാത്രിയിൽ ഉണർന്നിരുന്ന് വലിയ വലിയ വീപ്പക്കുറ്റികളിൽ വെള്ളം പിടിച്ചിട്ട് വേണം ഉപയോഗിക്കാൻ. പക്ഷെ ആ വീടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വീടുകൾക്കോ അല്ലെങ്കിൽ അത് വാസ്തുവായിട്ട് ബന്ധപ്പെട്ടതൊന്നുമല്ല, പക്ഷെ ചില കെട്ടിടങ്ങൾക്ക് എന്തൊക്കെയോ ചില ദുശ്ശകുനങ്ങൾ നമ്മൾ കാണാറുണ്ട്. നമ്മുടെ പോലീസിൽ തന്നെ, കേരള പോലീസിൽ തന്നെ ഒരു കണ്ണൂരുള്ള ഒരു ഗസ്റ്റ് ഹൗസിന്റെ ഒരു മുറി, ആ മുറിക്കകത്ത് കിടന്നാൽ ആർക്കും ഉറക്കം വരാറില്ല, ഉറങ്ങാൻ പറ്റത്തില്ല രാത്രിയിൽ. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ആ മുറി സാധാരണയായിട്ട് സീനിയർ ഉദ്യോഗസ്ഥർക്ക് അലോട്ട് ചെയ്യാറില്ല. അലോട്ട് ചെയ്തപ്പോഴൊക്കെ ഇങ്ങനെ ഞാൻ അവിടെ കിടന്നിട്ട് എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ പല ഉദ്യോഗസ്ഥരും ഇങ്ങനെ പല കഥകളൊക്കെ പറയും. നമ്മുടെ അലക്സാണ്ടർ ജേക്കബ് സാറിനോടൊക്കെ ചോദിച്ചാൽ അറിയാം, അദ്ദേഹത്തിന് പല പല കഥകളുണ്ട് ഈ പല കെട്ടിടങ്ങളെ പറ്റിയിട്ട്, ഇടുക്കിയിലുള്ള IBയെ പറ്റിയിട്ട്, അതുപോലെ പോലീസ് നമ്മുടെ കണ്ണൂർ പോലീസ് ക്ലബ്ബിലുള്ള മുറിയെ പറ്റിയിട്ട്. അവിടെ കുറെ ഐതിഹ്യങ്ങളൊക്കെ പഴയതുള്ളത് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. അവിടെയൊക്കെ ചില സാന്നിധ്യങ്ങൾ ചില രാത്രിയിൽ അനുഭവപ്പെടാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു അനുഭവം എനിക്ക് നേരിട്ടുണ്ടായിട്ട് ഞാൻ താമസിക്കുന്ന വീടുകളൊക്കെ നല്ല സുഖമായിട്ടുള്ള താമസമായിരുന്നു. അങ്ങനെ ഉറക്കം വരാത്ത രാത്രികളും അങ്ങനെയൊന്നും ഉണ്ടായിട്ടൊന്നും ഇല്ല. പക്ഷെ ഈ ഒരു വീട്, ഞങ്ങൾ കരിയത്ത് താമസിച്ചിരുന്ന ആ വീട്, അതെന്തോ ഒരു അപാകതയുള്ള വീടായിട്ട് തോന്നുമായിരുന്നു. കാരണം ഒരു സ്വസ്ഥത കിട്ടാറില്ല, എന്നും ദുസ്വപ്നം കാണുക, മോൻ തീരെ കുഞ്ഞാണ്. പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ എന്നും വന്നുകൊണ്ടിരിക്കുക. രക്തം ഒരുപാട് കാണേണ്ട ദിവസങ്ങൾ. രാവിലെ എണീറ്റ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരു കോഴി വെറുതെ ഇങ്ങനെ ചത്ത് ചോര ഒലിപ്പിച്ച് കിടക്കും, എങ്ങനെ ചത്തു എന്നറിയില്ല. പിന്നെ പുറത്തോട്ട് ഇറങ്ങുമ്പോഴേക്ക് വണ്ടി ഒരു പട്ടി ഇടിക്കുക, അല്ലെങ്കിൽ ഒരു പൂച്ച ചത്ത് കിടക്കുന്ന കാണുക, അല്ലെങ്കിൽ വെറുതെ ഒരു കാക്ക വന്ന് നമ്മുടെ മുമ്പിൽ വന്ന് വീണ് ചാവുക. അങ്ങനെ കുറെ മരണങ്ങൾ ഇങ്ങനെ കാണേണ്ടതായിട്ട് വന്നു. പിന്നെ രാത്രി പലപ്പോഴും ഇങ്ങനെ വലിയ സ്വപ്നങ്ങൾ, ദുസ്വപ്നങ്ങൾ കാണുന്നതും, ഞെട്ടി ഉണർന്ന് കരയുന്ന, മോനൊക്കെ കുഞ്ഞായിരിക്കുമ്പോഴൊക്കെ ഞെട്ടി ഉണർന്ന് കരയുന്ന ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്.
അപ്പൊ അമ്മ കുറച്ചുനാള് അമ്മയ്ക്ക് സുഖമില്ലാഞ്ഞിട്ട് അമ്മ അവിടെ എന്റെ കൂടെ വന്ന് താമസിച്ചായിരുന്നു, ആശുപത്രിയിൽ പോയിട്ട് വന്നിട്ട് താമസിച്ചായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് കിടക്കാൻ വേറൊരു മുറി ഇല്ലാത്തത് കൊണ്ട് സ്വീകരണ മുറിയിലുള്ള ഒരു സ്ഥലത്താണ് ബെഡൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തത്. 2-3 ദിവസം കഴിഞ്ഞ് അമ്മ ഞാനിരുന്ന് പോകും, എനിക്ക് പേടിയാവുന്നു. കാരണം രാത്രിയിലൊക്കെ ഇങ്ങനെ ആരും ഇങ്ങനെ നടക്കുന്ന പോലെ ശബ്ദവും കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ അങ്ങോട്ട് ഇവിടെ പോകുന്ന പോലെ എനിക്ക് തോന്നുന്നു. നമ്മൾ മരുന്നൊക്കെ കഴിച്ച് കിടക്കുന്നുണ്ട് തോന്നുന്നതായിരിക്കും. ഞങ്ങളൊന്നും ഇതുവരെ ആരും കണ്ടിട്ടില്ല. ഞാൻ അമ്മയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മ എനിക്ക് ഇവിടെ താമസിക്കാൻ വയ്യാന്ന് പറഞ്ഞ് പോയി. അപ്പൊ അവിടെ വേറെ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ ഇതുപോലെ ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളുടെ കൂടെ അന്ന് ഒരു പെൺകുട്ടി, ഒരു സെർവന്റ് മെയ്ഡ് നിന്നിരുന്നു. ഒരു 20 വയസ്സടുപ്പിച്ചൊക്കെ ഒരു പ്രായമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. കുറെ നാളായിട്ട് ചേർത്തലയിൽ ഞാൻ ASP ആയിട്ട് പോയപ്പോൾ തൊട്ട് എന്റെ കൂടെ വന്ന് നിന്നിരുന്നതാണ്. എന്റെ കൂടെ എല്ലാവർക്കും പോകുമ്പോഴൊക്കെ കൂടെ വരും. മോനെ നന്നായിട്ട് നോക്കുകയൊക്കെ ചെയ്യും. അപ്പൊ കുക്ക് ചെയ്യും, എല്ലാം പഠിപ്പിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ കുട്ടി ഒരു ദിവസം പെട്ടെന്ന് തൂങ്ങിച്ചാവാൻ ഒരു ശ്രമം നടത്തി അവിടെ. അപ്പൊ അത് ഞാൻ ഓഫീസിലിരിക്കുമ്പോഴാണ് പറയുന്നത് ഇങ്ങനെ കയറി കിടന്ന് തൂങ്ങുന്നു. അപ്പൊ മോൻ വീട്ടിലുണ്ട്, കൊച്ചുകുട്ടിയാണ്. അപ്പൊ ഞാൻ പേടിച്ച് ഞങ്ങൾ വെട്ടപ്രാളം പിടിച്ച് വീട്ടിൽ ചെന്നപ്പോൾ അതിനെ രക്ഷപ്പെടുത്തി. കുഴപ്പമൊന്നും പറ്റിയില്ല. അപ്പം ഇത് കുറെ അന്വേഷിച്ച് എന്താണ് ഇങ്ങനെ ചെയ്യാൻ കാരണം എന്നൊക്കെ അന്വേഷിച്ചപ്പോൾ അത് പറഞ്ഞാൽ അവിടെ എന്റെ കൂടെ ഉള്ള ഒരു പേഴ്സണൽ സെക്യൂരിറ്റി ആയിട്ടുള്ള ഒരു ആളുമായിട്ട് സ്നേഹത്തിലാണ്. അപ്പൊ അയാള് കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വലിയ ബഹളം. അപ്പൊ അയാൾ എന്തോ പറ്റില്ല എന്ന് മറ്റേ പറഞ്ഞത് കൊണ്ട്, കാരണം ഒരു സെർവന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടിയും ഒരു പോലീസുകാരനും തമ്മിൽ പ്രണയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാരുടെ വീട്ടിൽ ഒരിക്കലും സമ്മതിക്കില്ലല്ലോ. പക്ഷേ ഈ കുട്ടിക്ക് ഭയങ്കര കടുത്ത പ്രണയമായി. അപ്പൊ അവർ തമ്മിൽ എന്തോ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ ശാരീരികമായിട്ട് ഞങ്ങൾ ഇല്ലാത്ത സമയത്തും ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ വീട്ടിൽ തന്നെ വെച്ചിട്ടാണ് അതൊക്കെ ഉണ്ടായത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമമൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ശരി കല്യാണം കഴിപ്പിച്ച് കൊടുക്കാന്നൊക്കെ പറഞ്ഞ് എന്റെ അച്ഛനെ അമ്മയൊക്കെ വിളിച്ച് വരുത്തി അതിനുള്ള സകല ആഭരണങ്ങളും വാങ്ങിച്ചു കൊടുത്ത്, സാരി വാങ്ങിച്ചു കൊടുത്ത്, എന്റെ കൈ കിടന്ന് 2 വള ഊരി അതിന് കൊടുത്ത് അങ്ങനെ കല്യാണ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഒരു ദിവസം പെട്ടെന്ന് കുട്ടിയെ കാണുന്നില്ല അവിടുന്ന്. അപ്പം നോക്കിയപ്പോൾ അയാളെയും കാണുന്നില്ല, പോലീസുകാരെയും കാണുന്നില്ല, 2 പേരും കൂടെ ഒളിച്ചോടിയതാണ്. അപ്പൊ അതെന്തിനാണ് പെട്ടെന്ന് ഒളിച്ചോടിയതെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഞാനതൊരു റിപ്പോർട്ടായിട്ട് എഴുതി കല്യാണമൊക്കെ നടത്തിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് കാര്യമായിട്ട് തീരുമാനിച്ച ശേഷം അച്ഛനമാരെ വിളിച്ച് തീരുമാനിച്ച ശേഷം അതിനുവേണ്ടി കാത്തു നിൽക്കാൻ സമയമില്ലാതെ അവർ ഒളിച്ചോടിയത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് അതുപോലെ ഒരു പോലീസുകാരൻ എങ്ങനെ പെട്ടെന്ന് പോകുന്നത് ഒരു അച്ചടക്ക ലംഘനമല്ലേ. അപ്പൊ ഞാനത് പോലീസ് ക്യാമ്പിലോട്ടൊക്കെ എഴുതി റിപ്പോർട്ടൊക്കെ കൊടുത്ത് അയാൾക്ക് സസ്പെൻഷനൊക്കെ ആയി. അപ്പൊ അതിന്റെ വൈരാഗ്യത്തിൽ അയാൾ വന്നിട്ട് ഡെയിലി ഇങ്ങനെ ഓരോ മന്ത്രവാദം പോലെയൊക്കെ എണീറ്റ് പുറത്ത് വരുമ്പോൾ അയാൾ ചെയ്താണോ വേറെ ആരെങ്കിലും ചെയ്താണോ അറിയില്ല, ഇങ്ങനെ കോഴിയുടെ തല, അതിന്റെ അടിയിൽ ഒരു കോയിൻ, പിന്നെ ഇങ്ങനെ ചുറ്റും ചുമന്ന പുഷ്പങ്ങൾ, പിന്നെ കുറെ രക്തക്കറ പോലെയുള്ള എന്താ കലക്കി ഒഴിച്ചിരിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കുറെ ചെടിച്ചട്ടികളൊക്കെ തല്ലിപ്പൊട്ടിക്കുക, ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ അവിടെ ഉണ്ടായി. അപ്പം ഒന്നും മനസ്സിലാവില്ല നിങ്ങൾക്ക് എന്തോ സംഭവിക്കുന്നതാണ്, സ്വസ്ഥത ഒട്ടുമില്ല. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോ ഈ ഓണർ ഇടയ്ക്കിടയ്ക്ക് വാടക കളക്ട് ചെയ്യാനായിട്ട് വരും. അപ്പൊ ആളുടെ ഒരു 4 വിരലുകൾ ഇങ്ങനെ വലത് കൈയിലെ വിരലുകൾ ഇങ്ങനെ ചതഞ്ഞാലും ഇങ്ങനെ മടങ്ങിയ രീതിയിലാണ്. അപ്പൊ നടപ്പൊക്കെ ഒരു പ്രത്യേകതയിലാണ്. അപ്പം അയാൾ ഇങ്ങനെ നടന്ന് വരും കാണുമ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റി, വിരലൊക്കെ എന്ത് പറ്റിയാണ്. കുറച്ചാളെ ഞങ്ങൾ ഏകദേശം ഒരു വർഷത്തോളം അവിടെ താമസിച്ചിട്ടുണ്ടാവും. അപ്പൊ ചോദിക്കുമ്പോൾ ആൾ പറയും അത് പെട്രോളിയം കമ്പനിയിലെ ഒരു മെഷീൻ്റെ അകത്ത് കുടുങ്ങിപ്പോയതാണ് എന്നൊക്കെ ആൾ പറയാറുണ്ടായിരുന്നു. അപ്പൊ വൈഫ് എങ്ങനെയാ, വൈഫ് മരിച്ചുപോയി, മോള് മരിച്ചുപോയി എന്നൊക്കെ പറയും. ഒരു മോളുണ്ടായിരുന്നു, ആ മോളും മരിച്ചുപോയി എന്നൊക്കെ പറയും. അപ്പൊ കുറച്ച് ഈ പറമ്പിൽ ഞങ്ങളിങ്ങനെ നടക്കുമ്പോൾ അയാൾ വന്നിട്ട് പോകുമ്പോൾ അയാൾ വന്നിട്ട് ഈ പറമ്പിൽ നിന്നുള്ള തേങ്ങയും സാധനങ്ങളും ഒക്കെ അടത്തിട്ട് പോകുമ്പോൾ 2 ഇങ്ങനെ സ്ഥലങ്ങളിൽ അയാൾ കരിക്ക് ചെത്തി ഇങ്ങനെ വെച്ചിട്ട് പോകും. അപ്പൊ അത് കരിക്ക് ചെത്തി ഇങ്ങനെ വെച്ചിട്ട് പോകും. നമ്മൾ ചോദിച്ചത് ഈ കരിക്ക് ഈ കുറച്ച് പൊങ്ങി നിൽക്കുന്ന 2 സ്ഥലങ്ങളാണ്. അവിടെ ഇങ്ങനെ കരിക്ക് ഇങ്ങനെ ഒന്നിന്റെ മുകളിൽ ഒരു കരിക്ക് മറ്റേന്റെ മുകളിൽ ഒരു കരിക്ക് ഇങ്ങനെ വെച്ചിട്ട്. അപ്പൊ എന്താണെന്ന് ചോദിച്ചിട്ട് അയാളൊന്നും മറുപടി പറയാറില്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന മുറി എന്തൊക്കെയുണ്ട് സാധനങ്ങൾ നോക്കാന്ന് വിചാരിച്ചാൽ അത് തുറക്കാൻ ശ്രമിച്ചിട്ട് അത് അയാൾ സമ്മതിക്കുന്നില്ലായിരുന്നു തുറക്കാൻ. പക്ഷെ അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ പുറത്ത് കിടപ്പുണ്ടായിരുന്നു, അതൊക്കെ ഉപയോഗിച്ചോളാൻ പറഞ്ഞാൽ ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. വാടക വളരെ കുറവായിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടില്ലാതെ സുഖമായിട്ട് താമസിക്കാനൊക്കെയുള്ള ധാരണയിലാണ് വന്നത്. പക്ഷെ സമാധാനം അറിഞ്ഞിട്ടേ ഇല്ല. അവസാനം ഞങ്ങൾ കുറെ അന്വേഷിച്ചു, പോലീസ് സ്റ്റേഷനും മറ്റു കാര്യങ്ങളൊക്കെ മുഖാന്തരം. അപ്പോഴാണ് അറിഞ്ഞത് ആ വീട്ടിൽ വെച്ചിട്ട് 2 അല്ലെ 3 ദുർമരണങ്ങൾ ഉണ്ടായതാണ്. ഈ ഇദ്ദേഹത്തിന്റെ മോള് വളരെ കാണാൻ ഭയങ്കര സുന്ദരിയായിരുന്നു, മിടിക്കായിരുന്നു. അപ്പൊ ഈ കുട്ടിയുമായിട്ട് സ്നേഹത്തിലുണ്ടായിരുന്ന ഒരു പയ്യൻ, ആളൊരു ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു. അപ്പൊ ആള് ഇങ്ങനെ ഒരു മതോന്മത്തനായിട്ട് ഒരു ദിവസം ആ വീട്ടിൽ വന്നിട്ട് മോളെ തട്ടിക്കൊണ്ട് പോകാൻ ശ്രമിച്ചപ്പോൾ അമ്മ തടയുകയും അമ്മയും മോളും ആ ആക്രമണത്തിൽ അയാൾ കയ്യിലോ കത്തിയോ മറ്റോ ഉണ്ടായിരുന്നു അവിടെ കൊല്ലപ്പെടുകയും ആ 2 പേരും അവിടെ മരിച്ചതുകൊണ്ട് അയാൾ അന്ന് രാത്രിയിലോ പിറ്റേന്നോ അവിടെ വന്ന് അവിടെ കെട്ടി തുമ്പിച്ചാവും. അങ്ങനെ ചെയ്ത ഒരു സംഭവം. പറമ്പിൽ ഒരു കരിക്ക് വെക്കുന്നതിന്റെ താഴെയാണ് അവരെ അടക്കിയിരിക്കുന്നത്, അമ്മയെ അടക്കിയിരിക്കുന്നത്, മോളെ അവിടെയാണ് അടക്കിയിരിക്കുന്നത്. അത് വലിയൊരു ആഘാതമായിട്ട് തോന്നി, ഇങ്ങനെ ഈ സംഭവം ഇവിടെ നടന്നിട്ടുണ്ടല്ലോ എന്നുള്ളത്. ജോലി എന്റെ കൂടെ നിൽക്കാൻ വേറെ ഒരാളെ കിട്ടാത്തത് കൊണ്ട് വീട്ടു ജോലി മൊത്തം ഞാൻ ചെയ്യേണ്ടി വന്നു അവിടെ. അപ്പൊ അങ്ങനെ ഓരോ പ്രാവശ്യം ജോലി ചെയ്യുമ്പോഴും രാത്രി ഒരുപാട് ഇരുട്ടി വെള്ളം കിട്ടാതാവും, പുറത്ത് പോയി വെള്ളം എടുക്കേണ്ടി വരും. അപ്പോഴേക്കും ഇങ്ങനെ എന്തൊക്കെയോ അസ്വസ്ഥതകൾ പലപ്പോഴും മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു വീടാണ്. എന്റെ ഹസ്ബൻഡിനൊന്നും ഒട്ടും വിശ്വാസമില്ല, മോൻ തീരെ ചെറുതായിരുന്നത് കൊണ്ട് അറിയില്ല. പക്ഷെ എനിക്ക് പലപ്പോഴും ഇങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ട്, ചില വീടുകളിലെ ഒരു ഇതുപോലെയുള്ള പ്രസൻസ് ഉണ്ടായിട്ടുണ്ട്. അത് ശുഭ ലക്ഷണമല്ലായ്മ. അങ്ങനെ ഒരു പോലീസ് ക്വാർട്ടേഴ്സും ഉണ്ട്. ഇപ്പോൾ വേറൊരു പുതിയതായിട്ട് കെട്ടിയ 10 വിലാസത്തിൽ കെട്ടിയ ക്വാർട്ടേഴ്സിൽ ഒരു ക്വാർട്ടേഴ്സിൽ ഇങ്ങനെ ആരും താമസിക്കില്ല. ഫാമിലിയായിട്ട് താമസിക്കാൻ ആർക്കും ഇഷ്ടമില്ല. കാരണം കുട്ടികൾ ഭയങ്കര ബഹളമാണ്, കരച്ചിലാണ്, മുകളിലേക്ക് നോക്കിക്കൊണ്ടുമൊക്കെ. കുഞ്ഞുങ്ങളുള്ള വീടാണെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ എന്തൊക്കെയോ നമ്മുടെ അറിവിനപ്പുറമായിട്ട് എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളതിന്റെ വലിയ ഒരു തെളിവ് തന്ന ഒരു സംഭവമായതുകൊണ്ടും ചില വീടുകൾക്ക് അതിന്റെ വാസ്തു കാരണമായിരിക്കില്ല, ഇതുപോലെയുള്ള പഴയ സംഭവങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഒരു വളരെ നെഗറ്റീവായിട്ടുള്ള എനർജി അതിന്റെ ചുറ്റും ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടോ ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നും. പക്ഷെ ആ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് എനിക്ക് AG എന്നുള്ള പോസ്റ്റിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് ആലപ്പുഴ ജില്ലയിലേക്ക് മാറ്റം കിട്ടുന്നത്. അതുകൊണ്ട് ആലപ്പുഴ ജില്ലയിലോട്ട് പോകാനായിട്ട് രണ്ടാമതൊരു വലിയ സന്തോഷം ഉണ്ടായത് വീട് വിട്ടു പോകാമല്ലോ എന്നുള്ള സന്തോഷമായിരുന്നു. ആദ്യത്തെ സന്തോഷം 3.5 വർഷമായിട്ട് ചെയ്ത വിരസമായ ജോലിയിൽ നിന്നൊരു മാറ്റം എന്നുള്ള സന്തോഷം, ഒരു ജില്ലയുടെ SP ആയിട്ട് പോകാനുള്ള ഒരു താല്പര്യം. രണ്ടാമത്തെ വലിയ സന്തോഷം ഇതുപോലുള്ള ഒരു വീടിൽ നിന്ന് മാറി കുറച്ചും കൂടെ നല്ലൊരു അന്തരീക്ഷത്തിലേക്ക് മാറി താമസിക്കാമല്ലോ എന്നുള്ള ഒരു സന്തോഷം. സസ്നേഹം, ശ്രീലേഖ. ഓക്കെ,
ഇതാണ് അവർ പറയുന്ന ഈ ഒരു റിയൽ ഇൻസിഡന്റ്. ഈ റിയൽ ഇൻസിഡന്റുമായിട്ട് ചെറിയ സാമ്യം ഒന്നല്ല, വലിയൊരു സാമ്യം തന്നെ ആ സിനിമക്കുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ ആ കഥാകൃത്ത് അത് കേട്ടിട്ടുണ്ടാവാനോ കാണാനോ സാധ്യതയുണ്ട്. ഒരു ചെറിയ ത്രെഡ് അതിൽ നിന്ന് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്റേതാണെന്ന് പറയാൻ യാതൊരു റൈറ്റും നമുക്കില്ല. നമ്മളങ്ങനെ പലയിടത്തും പലതും കുറിച്ച് വെക്കാറുണ്ട്, പലതും പറഞ്ഞു പോകാറുണ്ട്. ഒരു ചെറിയ ഹിന്റ് മാത്രം ഇട്ടുകൊണ്ട് അത് വലിയ രീതിയിൽ ഒരു കഥയാക്കി മാറ്റുന്നതിൽ അവർ കുറ്റം പറയാൻ കഴിയില്ല. ദൃഢം എന്ന സിനിമ ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഭാഗം മാറ്റി വെച്ചത്, ഈ ഭൂതകാലം എന്ന ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നുള്ളത്. ഓക്കെ, അവർ പറയുന്ന പല കാര്യങ്ങളും സാമ്യതയുണ്ട്. പ്രായമായ ഒരു അമ്മച്ചി അവിടെ വന്ന് താമസിക്കുന്നു, അവർ പോകുന്നു. പക്ഷെ പ്രായമായ ഒരു അമ്മച്ചി അവിടെ മരണപ്പെടുന്നതാണ് ആ സിനിമയിലുള്ളത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഭൂതകാല സിനിമ കണ്ടിട്ട് നിർബന്ധമായി കാണേണ്ട ഒരു സിനിമ കേട്ടാ. പക്ഷെ പേടിക്കാനുള്ള ഒരു പടമാണ്, അത് വേറെ കാര്യം. അപ്പൊ ഇങ്ങനെ ഒരു സിനിമയുടെ കഥ അവർ കട്ടു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ ഈ ഓഡിയോന്റെ കൂടെ കണ്ട ആ ഒരു ടൈം കണ്ടില്ലേ, വർഷം കണ്ടില്ലേ, എന്നാണ് ഇട്ടതെന്ന് കൃത്യമായിട്ടുണ്ട്. ഭൂതഭവനം എന്നാണ് ഇട്ടത്, ഭൂതകാലം എന്നുള്ളതിന് പകരം ഭൂതഭവനം എന്നാണ് അവർ ആ ഹെഡിങ് കൊടുത്തിട്ടുള്ളത്. വലിയ സാമ്യത ഒക്കെ തന്നെ ഉണ്ട്. എന്നാലും എന്തെങ്കിലുമൊക്കെ ആവട്ടെ, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ആ സിനിമ കണ്ടവർക്ക് കൃത്യമായിട്ട് കത്തും എന്നുള്ളതാണ്. ശ്രീലേഖ IPS ഇപ്പൊ നിൽക്കുന്ന ഈ ഒരു നിലപാട്, ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ പശ്ചാത്തലം നിങ്ങൾ നോക്കണ്ട കേട്ടാ. ഇതിനെ ഇനി ആ രീതിയിൽ കൊണ്ടുപോകും വേണ്ട. ചില ആളുകൾക്ക് അത് അന്ധവിശ്വാസമായിട്ടൊക്കെ തോന്നിയേക്കാം. നമുക്ക് പല വിശ്വാസങ്ങളുണ്ടല്ലോ. അപ്പൊ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ, അതുപോലെ ഈ ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ടാവും. അതൊക്കെ നിങ്ങളുടെ താല്പര്യങ്ങളാണ്, എന്ത് വിശ്വസിക്കണം എന്ന് വിശ്വസിക്കേണ്ട എന്നുള്ളത്. കഥ കേട്ട ആളുകൾക്ക് കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെ ഉണ്ട് പോലെ, എവിടെയൊക്കെ ഉള്ളത് പോലെ തോന്നിയില്ലേ. അപ്പോൾ പരമാവധി ഷെയർ ചെയ്യുക. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.